Dear students, today we will discuss about C programming lab for microbiology students. Okay, so in the start in a program, write a program to find the value of sin x divided by cos x using mathematical series. So sin x series ഉണ്ട് sin series, cosine series ഈ രണ്ട് സീരീസ് നമ്മൾ കണ്ടതിന് ശേഷം മാത്തമാറ്റിക്കൽ സീരീസ് ഉപേക്ഷിച്ച് ചെയ്യണം. ആ സീരീസ് കണ്ടതിന് ശേഷം സൈൻ ബൈ കോസ് ചെയ്യാം. അതിന്റെ ആൻസർ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, നോക്കാം. പ്രോഗ്രാം നോക്കിയേ. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, അല്ലെ? ഹെഡർ ഫയൽസ് ആഡ് ചെയ്തു. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ആവശ്യമുള്ള പ്രിന്റ് എഫ്, സ്കാൻഎഫ്, ഫോർ, ഇഫ് എന്നൊക്കെയുള്ള പ്രോഗ്രാംസ്, അപ്പൊ അതിന്റെ കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻസ് ആഡ് ചെയ്യണം. ലൈബ്രറി ഫംഗ്ഷൻസ് ആഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, അതുപോലെ conio.h, ഇവിടെ CLR, SCR, get ch ഒക്കെ വർക്കിന് conio.h വേണം. math.h, string.h, ഇങ്ങനെയുള്ള ഹെഡർ ഫയൽസ് ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഫയൽസ് ആഡ് ചെയ്യും. നെക്സ്റ്റ് നോക്കിയാൽ വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുള്ളൂ. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? മെയിൻ ഫംഗ്ഷൻ എന്നാണ് സ്റ്റാർട്ടിങ്. അതുകൊണ്ട് മെയിൻ മെത്തേഡ് വേണം. ശേഷം നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇൻഡ് n, ഫ്ലോട്ട് എക്സ്, സൈൻ, കോസ്, രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഫംഗ്ഷനാ? ഫ്ലോട്ട്, സൈൻ സീരീസ്, ആ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട് ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്നു. ഒന്ന് ഫ്ലോട്ട് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്, ഡാറ്റ ടൈപ്പിലുള്ള ഒരു ആട്രിബ്യൂട്ട്, അതുപോലെ ഇൻഡിജർ ഡാറ്റ ടൈപ്പും പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലോട്ട് കൊസൈൻ സീരീസ്, അത് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ഒരു ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇൻഡിജർ എന്ന് പറഞ്ഞ സെക്കൻഡ് ആട്രിബ്യൂട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് വേരിയബിൾസ്, രണ്ട് ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. ആ രണ്ട് ഫംഗ്ഷൻസിന്റെയും റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് കണ്ടാ, അതിവിടെ രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്, സെക്കൻഡ് ആർഗ്യുമെന്റ് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആണ്. ക്ലിയർ? ഇനി സൈൻ സീരീസും കൊസൈൻ സീരീസും എൻ്റർ ചെയ്യുമ്പോൾ ആ സീരീസ് ഏത് ഡിഗ്രി മെഷർമെന്റ് നമുക്ക് നോക്കാം. ആ ഡിഗ്രി മെഷർമെന്റ് റെഡ് ചെയ്യാനുള്ള മെത്തഡാണ് എക്സ് എന്നാണ് ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തത്. എക്സ് കണ്ടോ, സ്കാൻഎഫിൽ നമ്മൾ എക്സ് റീഡ് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എത്ര ഡിഗ്രിയാണ്, ആംഗിൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ വേറൊരു വേരിയബിൾ ആണ് എൻ എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ഉണ്ട്, എൻ്റർ ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ, അതായത് സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഈ വാല്യൂ അറിയണമെങ്കിൽ എത്ര ടേംസ്, ഓരോ മൾട്ടിപ്പിൾ ടേംസ് ഉണ്ട്, സീരീസ് ആണല്ലോ. അപ്പോൾ ഓരോ ടേമും എത്ര ടേം വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ആക്യുറസി കിട്ടുക. മാക്സിമം ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആക്യുറസി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ടേംസിന്റെ നമ്പർ ഓഫ് ടേംസ് ആണ് ഈ n എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈൻ ഇസ് ഈക്വൽ ടു സൈൻ സീരീസ് എക്സ്, ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യണം. സൈൻ സീരീസ് എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. അപ്പൊ അത് ഇവിടെ വന്നു. ഇതാണ് സൈൻ സീരീസ് എന്ന ഫംഗ്ഷൻ. കണ്ടോ, കോൾ ചെയ്തപ്പോൾ ഇവിടെ എത്തി. ഇത് ഫ്ലോട്ട് ആണ് ഇതിന്റെ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ട് ആയിരിക്കും. അത് എവിടെ സ്റ്റോർ ചെയ്യും? ഈ സൈൻ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്ത് വരും. അതുപോലെ കോസ് ഇസ് ഈക്വൽ ടു കൊസൈൻ എക്സ് എന്ന വേരിയബിൾ, ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനും ഇതാണ് ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഫ്ലോട്ട് ആയിരിക്കും. ആ ഫ്ലോട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ഫ്ലോട്ട് വാല്യൂ ഈ ഒരു കോസ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. നോക്കാം. ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞ സീരീസ് ആണ് എന്ത് ചെയ്യുന്നത്? കോൾ ചെയ്യുന്നത്. അപ്പൊ സൈൻ സീരീസ് ഇവിടെ എത്തി. ഇവിടെ ഇൻഡ് ഐ, അതുപോലെ ഫ്ലോട്ട് സമ്മും ടിയും, ഈ രണ്ട് മെത്തേഡാണ് വരുന്നത്. ഇനി നോക്കിയേ, ഈ പ്രോഗ്രാം നമ്മൾ സൈൻ സീരീസ് എന്ന് പറയുന്നത്, സൈൻ സീരീസിന്റെ ഭാഗത്ത് ഒരു കോമൺ സെനാരിയോ ഉണ്ട്. അത് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ പൈ, പൈ എക്സ് ഡിവൈഡ് ബൈ 180. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ റേഡിയൻ മെഷറിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് എക്സ് ഇസ് ഈക്വൽ എന്ന് കൊടുത്തുള്ളത്. ദെൻ ടി ഇസ് ഈക്വൽ ടു എക്സ്, സം ഇസ് ഈക്വൽ ടു എക്സ്, നമ്മൾ അസൈൻ ചെയ്തു ഒരു കോമൺ സെനാരിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് അതിന്റെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലൂപ്പ് എന്ന് ഉദ്ദേശിച്ച് സെയിം മെത്തേഡ് വർക്ക് ചെയ്യുന്ന കോഡ്. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു, ടി ആണ് എക്സ് ആണ്. ഈ എക്സ് എന്താണ്? ഇതാ എക്സ് ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 180. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാം. ടി ഇസ് ഈക്വൽ ടു എന്ന കണ്ടന്റ് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ആണ് സൈൻ സീരീസിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ടി. ഓരോ വാല്യൂ, എത്ര ടേം ഉണ്ട് നമുക്ക് പറഞ്ഞല്ലേ. ഇവിടെ റീഡ് ചെയ്ത വാല്യൂസ് നോക്കിയേ. മുകളിൽ റീഡ് ചെയ്ത് ഒന്ന് റേഡിയന്റ് ആണ് നമ്മളെ മെഷർമെന്റ്, ദാറ്റ് ഈസ് എക്സ്. 45 ഡിഗ്രി, നമ്മൾ ആംഗിൾ സൈൻ 45, സൈൻ 30, ഓരോ ഡിഗ്രി പഠിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാതും പറയാം. സൈൻ 42, സൈൻ 51, ഏത് ഡിഗ്രി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എക്സിൽ. അതുപോലെ ഇവിടെ n എന്ന വേരിയബിളിൽ എത്ര ടേംസ് ഉണ്ടെന്നും ഇത് രണ്ടും നമ്മൾ താഴെ ആക്സസ് ചെയ്യുന്നുണ്ട്. ആണോ, എക്സിന്റെ വാല്യൂ എക്സ് ഇൻറ്റു 3.14 പൈ ഡിവൈഡ് ബൈ 180. അതുപോലെ n എത്ര നമ്പേഴ്സ് ആണ്, 1 മുതൽ n എന്നുള്ളത് എത്ര ടേംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
സൈൻ സീരീസിന്റെ ടേംസ്. ആ ടേം നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ആ റെപ്രസെന്റേഷൻ ശേഷം എത്ര ടേംസ് ഉണ്ടോ അതുവരെ എക്സിക്യൂട്ട് ചെയ്യും. ഈ അത്രയും ടേംസ് ഇതിൽ വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം സമ്മിന്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സം നമുക്ക് താഴെ ജസ്റ്റ് സം ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതാണ് ടോട്ടൽ പ്രിന്റ് ദ വാല്യൂ ഓഫ് സൈന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് സൈന്റെ വാല്യൂ. സൈൻ 45 is equal to അതിന്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ റിട്ടേൺ സം. ആ കിട്ടിയ സം റിട്ടേൺ ചെയ്യും. റിട്ടേൺ എവിടുന്നാണ് കോൾ ചെയ്ത് അങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. ഇതാണ് ഇവിടെ നിന്നാണ് കോൾ ചെയ്ത് സൈൻ ഈക്വൽ ടു സൈൻ സീരീസ് ആണ്. അപ്പൊ സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലോട്ട് എന്താ അസൈൻ ചെയ്ത് കിട്ടും? ഈ സൈൻ സീരീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആ ഒരു സം എന്നുള്ള വാല്യൂ എവിടെ കിട്ടും? സൈൻ സീരീസിൽ കിട്ടും. സൈൻ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കോസ് കൊസൈൻ. കോസ് ഇസ് ഈക്വൽ ടു കൊസൈൻ സീരീസ് എക്സ് എൻ. അപ്പൊ കോസ് എന്നുള്ള ഫംഗ്ഷനിലോട്ട് പോകും. അവിടെ കോസ് ഉള്ള ഫംഗ്ഷൻ നോക്കി, ഇവിടെ കോസ് എന്നാണ് ഫംഗ്ഷൻ. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണല്ലേ. അപ്പോൾ ഫ്ലോട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ ഇതേപോലെ എക്സിന്റെ വേരിയബിൾ ഇതാ കോസൈൻ സീരീസ് കാണാനുള്ള മെയിൻ ഫംഗ്ഷൻ ആണിത്. ഫോർ ലൂപ്പിൽ ഉപയോഗിച്ചുള്ള മെയിൻ ഫംഗ്ഷൻ കോസൈൻ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമ്മൾ പഠിക്കണം, ഇത് കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിൽ സം ആഡ് ചെയ്ത് കിട്ടും. ഓരോ തവണയും ഓരോ ടേംസും ആഡ് ചെയ്യും. 5 ടേംസ് ആണെങ്കിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് എക്സിക്യൂട്ട് വീണ്ടും ഒരു ടി വാല്യൂ കിട്ടും, ആ ടി സമ്മിനോട് കൂടെ ആഡ് ചെയ്യും. വീണ്ടും ഒരു ടി കിട്ടും, സമ്മിനെ ആഡ് ചെയ്യും. അങ്ങനെ 5 ടൈംസ് ടിയുടെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് സം എന്നുള്ള വേരിയബിൾ അസൈൻ ചെയ്യും. അപ്പോൾ എത്രത്തോളം ടേംസ് ആഡ് ചെയ്ത് വരുന്നോ അത്രയും ആക്യുറസി കിട്ടും. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് കൊസൈൻ ഈസ് എന്ന് പറഞ്ഞ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഏതാ പ്രിന്റ് ചെയ്യുക? സം എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അത് ആ സം എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് അല്ലേ. ഇവിടെ കൊടുത്തു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ റിട്ടേൺ ചെയ്യുക. ഇത് എവിടുന്നാ കോൾ ചെയ്ത് വന്നത്? കൊസൈൻ സീരീസ് നമ്മൾ എവിടുന്നാ കോൾ ചെയ്ത്? മുകളിൽ നിന്ന് ഫംഗ്ഷൻ കോൾ വന്നില്ലേ, ഇവിടെ കോസ് ഇസ് ഈക്വൽ ടു കോസൈൻ സീരീസ് എക്സ്. അപ്പോൾ കോസൈൻ സീരീസ് എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എവിടെ കിട്ടും? ഈ കോസ് എന്നുള്ള വേരിയബിൾ കിട്ടും. ഇപ്പൊ രണ്ട് വാല്യൂസ് നമ്മൾ കയ്യിലുള്ളത് ഏതൊക്കെയാണ്? സൈൻ എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്, കോസ് എന്ന് പറഞ്ഞ വേറെ വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാം നോക്കിയാൽ സൈൻ ബൈ കോസ് ആണ് കണ്ടല്ലേ. അപ്പോൾ പ്രിന്റ് ഓഫ് സൈൻ 31 ഡിവൈഡഡ് ബൈ കോസ് 31 ഈസ് എന്ന് പറഞ്ഞ ശേഷം അത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. സൈൻ ബൈ കോസ് അത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റണ്ണ് വാല്യൂ കൊടുക്കാം, 34 കൊടുക്കാം. എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ ഡിഗ്രി 34 ഡിഗ്രി. സൈൻ 34 ഡിവൈഡ് ബൈ കോസ് 34. അത് എത്ര ടേം വേണം നോക്കി. നമുക്കൊരു 38 ടേം വേണം വിചാരിക്കാം. 38 ടേമുകൾ. എത്ര ടേംസ് ആഡ് ചെയ്യും അത്രത്തോളം ആക്യുറസി ആയിരിക്കും അതിന്റെ വാല്യൂ. ഇവിടെ പറയുന്നുണ്ട് സൈൻ 34 എന്ന് പറഞ്ഞാൽ ആ 34നെ അവർ കൺവേർട്ട് ചെയ്യണം. ഇത് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഡിഗ്രി മെഷറിൽ കൊടുത്തിട്ടുണ്ട്. ആ മെഷർമെന്റ് മാറ്റിയ ശേഷം ഇതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 5.5592 കിട്ടും. അതുപോലെ കോസ് 0.593 ഇസ് ഈക്വൽ ടു 0.8290. ഓക്കെ, ഇതിന്റെ വാല്യൂ ഔട്ട്പുട്ട് കിട്ടണേ നോക്കിയേ. സൈൻ 34 ഡിവൈഡ് ബൈ കോസ് 34 ഈസ് എന്താ കിട്ടണേ? 67450 വേറൊന്ന് റൺ ചെയ്ത് നോക്കാം. സൈൻ 45 ഡിഗ്രി കൊടുക്കുക. സൈൻ 45 ബൈ കോസ് 45. 45 വാല്യൂ നമുക്കറിയാം 1 അല്ലേ കിട്ടുക. 1 ആണ് വാല്യൂ കിട്ടുക. മാക്സിമം സീരീസ് ഒരു 50 കണ്ടോ? വാല്യൂ എത്ര കിട്ടണേ? 0.99999 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ വേറൊന്ന് നോക്കാം. 35 10 ടേംസ്. ഓക്കെ, വാല്യൂ 0.70. ഒന്നുകൂടെ കൊടുത്ത് നോക്കാം. സൈൻ 50 ബൈ കോസ് 50 ടേംസ് 45. ഓക്കെ, 1.191. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.